ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ ആക്രമണം നടത്തിയെന്ന കേസിൽ ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30 വരെയാണ് സുഗതനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത്. പോലീസിന്റെ ചില നീക്കങ്ങൾ അത് കോടതി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പോലീസിന്റെ നെഞ്ചത്തിട്ട് തന്നെ കോടതി ലാത്തി കൊണ്ട് അടിച്ചിരിക്കുന്നു. അതായത് 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിച്ചത്. ഈ 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയുടെ കാര്യമൊന്നും ഇല്ല. ഇന്ന് വൈകുന്നേരം 5:30-കകം തിരിച്ചു കോടതിയിൽ ഹാജരാക്കണമെന്നൊരു നിർദ്ദേശമാണ് പോലീസിന് കോടതി നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തണമെന്ന് പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. അതായത് ഇന്ന് 5:30 വരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത്. കേസിന്റെ പ്രാധാന്യവും ഗൗരവവും കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്ന് കോടതി പോലീസിനോട് താക്കീത് നൽകി അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് പോലീസിനോട് കുട്ടിക്കളി കളിക്കരുതെന്ന് കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ശേഷം സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഇന്ന് വൈകുന്നേരം 5:30-ക്ക് തിരിച്ച് ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ വാഹനത്തിൽ വെച്ച് പോലീസ് മോശമായി പെരുമാറിയെന്ന് സുഗതൻ കോടതിയെ അറിയിച്ചു. ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായി കോടതി ചോദിക്കുന്ന ഒരു കാര്യമാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നിങ്ങൾക്ക് ഉണ്ടായോ? അതായത് ശാരീരികമായി ഉപദ്രവിക്കുകയോ കസ്റ്റഡിയിൽ മർദ്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രവണത ഉണ്ടായോ എന്ന് കോടതി ചോദിച്ചപ്പോഴാണ് സുഗതൻ പറഞ്ഞത്, പോലീസിന്റെ ഭാഗത്ത് നിന്നും മോശമായ ചില പ്രവർത്തനങ്ങൾ എനിക്ക് നേരെ ഉണ്ടായി എന്ന് സുഗതൻ പറഞ്ഞു. വണ്ടിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ്, വാഹനത്തിൽ വെച്ചിട്ടാണ് മോശമായ തരത്തിലുള്ള ഒരു രീതി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നാണ് സുഗതൻ കോടതിയെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരാണ് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയതെന്ന് കോടതി ഒരു ചോദ്യം ചോദിച്ചു. വിയൂരിൽ നിന്ന് കൊണ്ടുവന്നവർ തന്നെ അല്ലേ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയതെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സുഗതനെ വിയൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു 8-10ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ സുഗതനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഗതൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലാണോ അല്ലെങ്കിൽ ആരുടെ കസ്റ്റഡിയിലാണോ ഇരിക്കുന്നത് അവരാണ് മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇവിടെ നടന്നത് വേറെയാണ്. അതായത് കസ്റ്റഡിയിൽ തരാത്ത പ്രതിക്കൊപ്പം പോയത് വട്ടിയൂർക്കാവ് എസ് ഐ ആണ്. അതായത് വട്ടിയൂർക്കാവ് എസ് ഐയുടെ കയ്യിൽ സുഗതനില്ല. സുഗതൻ ഉള്ളത് വിയൂരിൽ നിന്നും വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെയാണ് സുഗതൻ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായി അവനാണ് ഈ മെഡിക്കലിന് കൊണ്ടുപോകേണ്ടതും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടത്. പക്ഷെ സുഗതൻ എങ്ങനെ വട്ടിയൂർക്കാവ്, അതായത് സുഗതനോടൊപ്പം എങ്ങനെ വട്ടിയൂർക്കാവ് എസ് ഐ പോയതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ കോടതിക്ക് ഒരു ചില തരത്തിലുള്ള ഒരു സംശയങ്ങളുണ്ട്. ഇത് വട്ടിയൂർക്കാവ് പോലീസിലെ ഉദ്യോഗസ്ഥർ കരുതിക്കൂട്ടി സുഗതനെ ട്രാപ്പിൽ പെടുത്തുന്ന ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ചില സംശയങ്ങളുണ്ട്. പക്ഷെ അത് കോടതി പുറമേ തുറന്ന് ചോദിക്കുന്നില്ല. സുഗതന്റെ പരാതി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി അത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. കാരണം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെങ്കിലും ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ ദേഹോദ്രവമൊന്നും പാടുന്നതല്ല. സുഗതനെ പോലീസ് മനഃപൂർവ്വം വേട്ടയാടുന്നുവെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. CIO മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹറാസ്മെന്റ് ഇപ്പോഴേ ഉന്നയിച്ച സ്ഥിതിക്ക് എങ്ങനെ സുഗതനൊപ്പം അതായത് സുഗതനെ പോലീസിനെ കൂടെ എങ്ങനെ വിടുമെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. സുഗതന്റെ പരാതി കോടതി മുഖവിലേക്ക് എടുത്ത് അത് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലറുമായ ആർ സുഗതനെ നെടുമങ്ങാട് കോടതിയിലാണ് ഹാജരാക്കിയത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് അപേക്ഷ നൽകിയെങ്കിലും കോടതി അത് തള്ളുകയുണ്ടായി. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ വാഹനത്തിൽ വെച്ച് പോലീസ് മോശമായി പെരുമാറി എന്നാണ് സുഗതൻ കോടതിയിൽ അറിയിച്ചത്.